ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ ഹനീദാണ്. വെറും 5 ചേരുവകൾ ചേർത്തൊരു മസാലപ്പൊടി തയ്യാറാക്കിയാണ് നമ്മൾ ഈ റൈസും ചിക്കനും ഒക്കെ വേവിച്ചെടുക്കുന്നത്. പലതരം അറബിക് റൈസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഏറെ രുചികരമായി തോന്നിയത് ഹനീദാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഒരു പാന് ചൂടാവാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 6 ഏലക്ക ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഒരു 10 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് 1/2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ 1 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹനീദിക്കുള്ള മസാല. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു മസാലയാണ് നമ്മുടെ ഹനീദിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. 1 മിനിറ്റ് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് പാത്രത്തിൽ നിന്നും മാറ്റാം, എന്നിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ 1.5 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയ മസാല പൊടിച്ചത് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇതൊരു കറക്റ്റ് അളവാണ്. ഇതിലേറെ കൂടും വേണ്ട, കുറയും വേണ്ട. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ മസാലപ്പൊടി പൊടിച്ചെടുത്ത ജാറൊന്ന് ചുഴറ്റി 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. നമ്മൾ ഹനീദ് തയ്യാറാക്കുന്നത് ബീഫ് കൊണ്ടോ മട്ടൻ കൊണ്ടോ ആണെങ്കിൽ ഒരു 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാനായിട്ട് അരി ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുക. അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് റൈസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ മന്തിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിൽ പറഞ്ഞു മന്തി തയ്യാറാക്കാനാണ് യെല്ലോ റൈസ് എടുക്കുകയെന്ന്. അതുപോലെ തന്നെ പിന്നെ ബുഹാരി, ഹനീദ് അങ്ങനെയൊക്കെയുള്ള റൈസ് തയ്യാറാക്കുന്ന ടൈമിൽ വൈറ്റ് റൈസ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 5 കപ്പ് അരിയാണ് നമ്മളിത് തയ്യാറാക്കാനായി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വൃത്തിയായി കഴുകി വെള്ളം ചോരാനായിട്ട് മാറ്റി വെക്കാം. ഈ ടൈം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിലടിച്ച് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മളിത് തുറന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ചിക്കൻ ഒന്ന് കോരി മാറ്റണം. അപ്പോൾ ചിക്കൻ കോരി മാറ്റിയിട്ട് ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ റൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്രത്യേക സ്മെല്ല് ഈ ടൈമിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ റൈസിൻ്റെ ടേസ്റ്റ് തന്നെ ഈ ഒരു വാട്ടറാണ് കേട്ടോ. നമ്മൾ ഈ റൈസ് തയ്യാറാക്കുന്നത് വറ്റിച്ചെടുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ചാണ് റൈസ് തയ്യാറാക്കേണ്ടത്. ഇത് എത്ര കപ്പുണ്ടെന്ന് അളന്ന് നോക്കാം. നമ്മൾ ഈ റൈസ് തയ്യാറാക്കാനായിട്ട് 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ അളന്നപ്പോൾ 5 കപ്പ് അരിയാണുള്ളത്. അതിലേക്ക് 9.5 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. 2.5 കപ്പ് വെള്ളം നമുക്ക് സ്റ്റോക്ക് വാട്ടർ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് സാധാരണ വെള്ളം തന്നെ ഉപയോഗിക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കി തുടങ്ങാം. അതിനായി ഒരു ചെമ്പിലേക്ക് 200 മില്ലി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 10 ഏലക്ക, 6-7 ഗ്രാമ്പു, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളകും കൂടെ ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞ 2 സവാള ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല നൈസായിട്ട് അരിഞ്ഞത് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത ക്യാപ്സിക്കം മുളക് ചേർത്ത് കൊടുക്കാം.
100 ഗ്രാം ക്യാപ്സിക്കം മുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ 3 നിറത്തിലുള്ള ക്യാപ്സിക്കൻ ഉണ്ടെങ്കിലും അത് 3ഉം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഹനീദിൻ്റെ ടേസ്റ്റ് തന്നെ ക്യാപ്സിക്കനാണ്. ഈ ക്യാപ്സിക്കനും നമുക്ക് നല്ലപോലെ കുഴയുന്നത് പോലെ തന്നെ വഴറ്റിയെടുക്കണം. ഹനീദിൽ ചേർക്കുന്ന ഒരു ചേരുവകളും നമ്മൾ റൈസ് കഴിക്കുന്ന ടൈമിൽ കടിക്കുന്ന രൂപത്തിലാവാൻ പാടില്ല. നല്ല പോലെ വെന്ത രൂപത്തിലാണ് ലഭിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും അതുപോലെ വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഒരു ഉണക്ക നാരങ്ങ പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോഴുള്ളൂ നമ്മുടെ റൈസിലൊക്കെ ഈ നാരങ്ങയുടെ ചുവയൊക്കെ നല്ലപോലെ കിട്ടുകയുള്ളൂ. നാരങ്ങ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നാരങ്ങയുടെ ചുവയൊക്കെ ഇതിലൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. എല്ലാം നല്ലപോലെ വഴറ്റിയ ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ചോറ് വേവിക്കാനുള്ള ബാക്കി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 9.5 കപ്പ് വെള്ളമാണ് നമ്മൾ ആകെ എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് ചിക്കൻ്റെ വെള്ളവും ബാക്കി 7 കപ്പ് സാദാ വെള്ളവുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വെള്ളത്തിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർക്കുന്നത് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല. വെള്ളത്തിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന രൂപത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച ചിക്കൻ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായി ഒരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോരി മാറ്റി വെച്ച ചിക്കനും ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി വിതറിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരത്തെ അതൊക്കെ ആയിട്ട് വേവിച്ചെടുത്തതാണല്ലോ. അപ്പോൾ ഒന്ന് കുരുമുളകിൻ്റെ രുചിയൊക്കെ ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടി മാത്രം വിതറി കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ചിക്കൻ്റെയും ഹനീദിൻ്റെ റൈസിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മൾ നേരത്തെ ചേർത്ത ആ മസാലപ്പൊടി തന്നെയാണ്. 5 മിനിറ്റ് ഇതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ടൈം കൊണ്ട് റൈസ് റെഡിയാക്കാനുള്ള വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കേക്ക് ഊറ്റി വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനു മുമ്പ് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കരുത്. നല്ല പോലെ വെള്ളം ചോർന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ല പോലെ തിള വന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങുന്ന ടൈമിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ ദാ നമ്മുടെ അരി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ റൈസൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അരിയൊക്കെ മുറിഞ്ഞു പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളം താവുന്ന ടൈമിൽ 1-2 പ്രാവശ്യം മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കൊന്നും കൂടെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൈസ് നല്ല സോഫ്റ്റായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ റൈസ് ഒന്നും കൂടെ അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സർവിംഗ് പ്ലേറ്റിലേക്ക് വിളമ്പാവുന്നതാണ്. അപ്പോൾ ഒരുപാട് അറബിക് റൈസ് ഉണ്ടെങ്കിൽ അതിലൊക്കെ ഫേമസ് ആയത് മന്തിയാണ്. എന്നാൽ മന്തി റൈസിലാറൊക്കെ എനിക്കിഷ്ടമായത് ഹനീദാണ്. അപ്പോൾ നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.